ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു വിരുന്നിൻ്റെ വ്ളോഗാണ് കേട്ടോ. എൻ്റെ ചേച്ചി എനിക്ക് വേണ്ടി എനിക്കിഷ്ടപ്പെട്ട എല്ലാ ഐറ്റംസും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പച്ചടി, മോരുകറി, ചിക്കൻ ഫ്രൈ, പപ്പടം, കൂട്ടുകറി. ഇപ്പോൾ അതൊക്കെ കാണുമ്പോൾ വായിന്ന് വെള്ളം പൊട്ടുന്നു. അത്രയ്ക്കും ടേസ്റ്റായിരുന്നു കേട്ടോ. ഇനി ഏത് കാലത്താണോ ഇത്രയും നല്ല ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്നത്. എത്രയായാലും വീട്ടിലെ ഫുഡ് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. പിന്നെ എല്ലാവരും കൂടി ചുമ്മാ സൊറയൊക്കെ പറഞ്ഞിരുന്ന് കഴിക്കുമ്പോൾ ഉള്ളൊരു സുഖമുണ്ടല്ലോ, അത് മറ്റെവിടെയും കിട്ടില്ല. അങ്ങനെ ഫുഡടി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടി മുന്നിൽ ഇരുന്ന് വർത്താനം പറിച്ചിലും കളിയും ചിരിയൊക്കെ ആയിട്ട് അങ്ങനെ ഒരുപാട് സമയം പോയി. അപ്പം നമുക്കിനി വീടിൻ്റെ ഉൾവശം ഒന്ന് കാണാം. ഈ വീട് നിറയെ ക്രാഫ്റ്റ് വർക്കാണ് കേട്ടോ. നിറമുള്ള കളർ പേപ്പേഴ്സ് കൊണ്ട് പല 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 വിധം ഐറ്റംസ് ഇത് ഉണ്ടാക്കിയിരിക്കുന്ന ആള് കണ്ടോ ചിരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മാളൂട്ടിയാണ്. പലവിധ ക്രാഫ്റ്റ് വർക്കും പെയിൻറ്റിങ്സും അവർക്ക് ഇങ്ങനെയുള്ള ഒരുപാട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. ഈ വീട് നിറയെ കലാവിരുന്നാണ്, കണ്ടില്ലേ? അപ്പം എൻ്റെ പ്രസംഗം എല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി ചായ കൂടിയാണ്. കണ്ടോ, നല്ല മുരുമുരാന്നുള്ള പഴംപൊരി. അങ്ങനെ ചായയും പഴംപൊരിയൊക്കെ കഴിച്ചു. എത്ര പഴംപൊരി കഴിച്ചു എന്ന് എനിക്ക് പോലും ഓർമ്മയില്ല. അത്രയും പഴംപൊരി ഞാൻ അടിച്ചു വിട്ടിട്ടുണ്ട്. ഏച്ചി ഇതേ ഇങ്ങനെ ചുട്ടെടുക്കുന്നു, ഞാനിങ്ങനെ കഴിക്കുന്നു. അതായിരുന്നു പരിപാടി. ഇതിൻ്റെ ഇടയിൽ നമ്മൾ സിംബക്കുട്ടീനെ കുറച്ച് കളിപ്പിക്കാനൊക്കെ പോയി. ജിമ്മിക്കുട്ടനുണ്ട്. ആ കൂട്ടിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആളെ കണ്ടോ, അതാണ് നമ്മുടെ ടെസ്കുട്ടി. അത് പുതിയതായിട്ട് വന്ന കേട്ടോ. മൊത്തം 3 പേരുണ്ട് ഇവിടെ. അങ്ങനെ അവിടുന്ന് യാത്രയെല്ലാം പറഞ്ഞ് ഞങ്ങൾ നേരെ അമ്മേൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്കും പോയി. അവിടുന്ന് പിന്നെ മാമൻ്റെ വീട്ടിലേക്കും പോയി. എല്ലായിടത്തും ചായ കുടിച്ചു ഗായ്സ്. ഇനി എങ്ങോട്ട് പോകാനൊരു ശക്തിയില്ല, നേരെ വീട്ടിലേക്ക്.